ഹലോ എവ്രിവൺ. നമ്മളിന്ന് കോഗ്നിറ്റീവ് സൈക്കോളജി ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. കോഗ്നിറ്റീവ് സൈക്കോളജി എന്ന് പറയുമ്പോൾ ഒരു ഇച്ചിരി ലെങ്തിയർ ആയിട്ടുള്ള ഒരു പോർഷനാണ്. മൊത്തം നമുക്ക് 16 യൂണിറ്റുകളുണ്ട്. 4 ബ്ലോക്കുകളിലും 4 യൂണിറ്റ് വീതം, അങ്ങനെ മൊത്തം 16 യൂണിറ്റ് ആണ് നമുക്ക് കോഗ്നിറ്റീവ് സൈക്കോളജിയിലുള്ളത്. സോ നമ്മൾ ഇന്ന് യൂണിറ്റ് ഫസ്റ്റ് ആണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. യൂണിറ്റിന്റെ പേരും കോഗ്നിറ്റീവ് സൈക്കോളജി എന്ന് തന്നെയാണ്. അതായത് കോഗ്നിറ്റീവ് സൈക്കോളജിയുടെ ഒരു ഇൻട്രൊഡക്ഷനെ പറ്റിയും എങ്ങനെയാണ് കോഗ്നിറ്റീവ് സൈക്കോളജിയിൽ എക്സ്പെരിമെന്റ്സ് നടത്തുന്നത്, അതുപോലെ ഇതിനകത്തിലുള്ള റിസർച്ച് മെത്തേഡ്സ് എന്തൊക്കെയാണ്, അതിന്റെ ഈ ഒരു കോഗ്നിറ്റീവ് സൈക്കോളജിയുടെ ഹിസ്റ്ററി എന്താണ്, ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് കോഗ്നിറ്റീവ് സൈക്കോളജിയുടെ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഒരു യൂണിറ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. നമുക്കപ്പോൾ ഓരോ കാര്യങ്ങളായിട്ട് നോക്കാം. സോ കോഗ്നിറ്റീവ് സൈക്കോളജിയുടെ ഒരു ഇൻട്രൊഡക്ഷൻ ആണ് എന്ന് ഞാൻ പറഞ്ഞു. ഈ ഒരു ചാപ്റ്റർ കോഗ്നിറ്റീവ് സൈക്കോളജി എന്ന് പറയുന്നത് എന്താണ്, ആ ഒരു ഡെഫിനിഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ കോഗ്നിറ്റീവ് സൈക്കോളജി എന്ന് പറയുന്നതിനകത്ത് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് പഠിക്കുന്നത് എന്നാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. സോ കോഗ്നിറ്റീവ് സൈക്കോളജി ഇസ് ദി സ്റ്റഡി ഓഫ് മെന്റൽ പ്രോസസ് സച്ച് ആസ് പെർസീവിങ്, റിമെമ്പറിങ് ആൻഡ് റീസണിങ്. അതായത് കോഗ്നിഷൻ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം തന്നെ ഹയർ ഓർഡർ തിങ്കിങ് എന്നാണ്. അതായത് മനുഷ്യന്റെ ചിന്തകൾ എങ്ങനെയാണ്, അവരെങ്ങനെ ചിന്തിക്കുന്നു, ഇല്ലാന്നുണ്ടെങ്കിൽ അത് എന്തുകൊണ്ടാണ് മനുഷ്യൻ മാത്രം ഈ ഒരു പെർട്ടിക്കുലർ രീതിയിൽ ചിന്തിക്കുന്നത്, ഏറ്റവും ബുദ്ധിമാൻ മനുഷ്യനാവുന്നത് എന്തുകൊണ്ട്, അവരുടെ ബ്രെയിനിൽ എന്ത് വ്യത്യാസമാണ് ബാക്കിയുള്ള ജീവികളെ വെച്ച് നോക്കുമ്പോൾ ഉള്ളത്, അത്തരം കാര്യങ്ങളൊക്കെയാണ് കോഗ്നിറ്റീവ് സൈക്കോളജിയിൽ നമ്മൾ ബേസിക്കലി നോക്കുന്നത്. സോ cognitive psychology is the study of mental processes such as remembering, reasoning ആൻഡ് പെർസീവിങ്. അതായത് നമ്മൾ എങ്ങനെ കാര്യങ്ങളെ പെർസീവ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഇപ്പോൾ മറ്റേ ഫിലോസഫിക്കലായിട്ട് തിങ്ക് ചെയ്യാൻ മനുഷ്യർക്ക് മാത്രമേ പറ്റുള്ളൂ എന്ന് പറയാം. അതായത് മറ്റേ ചായ ഗ്ലാസ് കാണുമ്പോൾ ഓക്കെ, ചായ ഗ്ലാസ് എന്ന് പറയുന്നത് മറ്റേ ജീവിതമാകുന്നു, ഇതിന് വലിയ അർത്ഥതലങ്ങളുണ്ട് എന്ന് മനുഷ്യൻ മാത്രമേ ചിന്തിക്കത്തുള്ളൂ. വേറെ ആരെങ്കിലും വേറെ ഏതെങ്കിലും നമ്മുടെ വീട്ടിൽ വളർത്തുന്ന പെറ്റ്സ് വല്ലതും ഈ ചായ ഗ്ലാസ് കാണുമ്പോൾ ഇതിന് വലിയ അർത്ഥമുണ്ട് എന്നൊന്നും ചിന്തിക്കാറില്ലല്ലോ. അപ്പൊ നമ്മൾ കാര്യങ്ങളെ എങ്ങനെ പെർസീവ് ചെയ്യുന്നു, അതെങ്ങനെ ഓർത്തിരിക്കുന്നു, എങ്ങനെ നമ്മൾ കാര്യങ്ങളെ റിമെമ്പർ ചെയ്യുന്നു, നമ്മൾക്ക് അതേപോലെ പിന്നോട്ടുള്ളതാണ് റീസണിങ്. റീസണിങ് എന്ന് പറയുമ്പോൾ നമ്മൾ ലോജിക്കലായിട്ട് എങ്ങനെ ഒരു കാര്യത്തെ അപ്രോച്ച് ചെയ്യുന്നു, ഒരു പ്രോബ്ലം എങ്ങനെ സോൾവ് ചെയ്യുന്നു, അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കോഗ്നിറ്റീവ് സൈക്കോളജിയിലാണ്. Cognitive psychology is the study of how people perceive, learn, റിമെമ്പർ ആൻഡ് തിങ്ക് അബൌട്ട് ഇൻഫോർമേഷൻ. അതായത് ആൾക്കാർ എങ്ങനെ ചിന്തിക്കുന്നു, ആൾക്കാർ എങ്ങനെ കാര്യങ്ങളെ ഓർത്തിരിക്കുന്നു, ആൾക്കാർ എങ്ങനെ കാര്യങ്ങളെ പഠിക്കുന്നു, ആ ഇൻഫർമേഷൻ അവരെങ്ങനെ സ്റ്റോർ ചെയ്യുന്നു, ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ കോഗ്നിറ്റീവ് സൈക്കോളജിയിലൂടെയാണ് പഠിക്കുന്നത്. ഇനി അടുത്തത് കോഗ്നിറ്റീവ് സൈക്കോളജിസ്റ്റ് എന്ന് പറയുന്ന ആൾക്കാർ എന്തൊക്കെയാണ് ചെയ്യുന്നത്. കോഗ്നിറ്റീവ് സൈക്കോളജിസ്റ്റുകൾ നമ്മുടെ വേരിയസ് ആയിട്ടുള്ള ഷേപ്പുകൾ, അതായത് എങ്ങനെയാണ് നമ്മൾ ഓരോ കളറുകൾ അല്ലെങ്കിൽ ഓരോ ഷേപ്പുകളെ നമ്മൾ എങ്ങനെയാണ് കാണുന്നത്. ഇപ്പം ഒരു നമ്മൾ പൊട്ട് വേണം എന്ന് തീരുമാനിച്ചു, എന്ത് ഷേപ്പിലുള്ള പൊട്ട് വേണം, നമ്മൾ വട്ടപ്പൊട്ട്, നീളപ്പൊട്ട്, മറ്റേ സ്ക്വയർ ഷേപ്പിലുള്ള പൊട്ട്, നമ്മൾ വരച്ചുണ്ടാക്കുന്ന പൊട്ട്, അങ്ങനെ ഏത് പൊട്ടാണ് നമ്മളുടെ മുഖത്തിന് ചേരുന്നത്. ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മളിപ്പം വീട് ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മൾ ഏതൊക്കെ ഫേർണിച്ചേഴ്സ്, എങ്ങനത്തെ ഫേർണിച്ചർ വേണം, അപ്പോൾ അതിനെന്താണ്, ഇപ്പം നീളമുള്ള മുറിയാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ഫേർണിച്ചർ വേണം, അല്ല ഇച്ചിരി ക്ലോസ്ഡ് മുറിയാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ഫേർണിച്ചർ വേണം. അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എങ്ങനെയാണ്, നമ്മൾ ഈ ഒരു ഷേപ്പുകളെ പറ്റി ഒരു നോളജ് ഉണ്ടാക്കുന്നത് വഴി. അങ്ങനെ ഷേപ്പുകളെ പെർസീവ് ചെയ്യുന്നത് കൊണ്ടാണ് നമുക്ക് ഇത്തരം കാര്യങ്ങൾ എങ്ങനെ ഓരോന്ന് എടുക്കണം എന്നൊക്കെയുള്ളത് നമുക്ക് മനസ്സിലാവുന്നത്. അതേപോലെ എങ്ങനെയാണ് ആൾക്കാർ ചിലത് മാത്രം ഓർത്തിരിക്കും, ചിലത് പെട്ടെന്ന് മറന്നു. ഇപ്പം ചില ആൾക്കാർക്ക് എന്താണ് പേര് ഓർത്തിരിക്കാൻ പാടാണ്, ചില ആൾക്കാർ എല്ലാം ഓർത്തിരിക്കും, മറ്റേ ഏത് സമയത്ത് എന്ത് സംഭവിച്ചു. നമ്മൾ അങ്ങനെയുള്ള ആൾക്കാരോടായിരിക്കും ചോദിക്കും. ഇപ്പം അവരിങ്ങനെ കണക്ട് ചെയ്ത് പറയും, അന്ന് അത് സംഭവിച്ചു, അന്ന് തന്നെയാണ് നമ്മൾ ബീച്ചിലും പോയത്,
ബീച്ചിൽ പോയി കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് പുറത്ത് പോയി ഫുഡ് കഴിച്ചു. അതായത് അവർ ചില കാര്യങ്ങൾ ഇങ്ങനെ കണക്ട് ചെയ്ത് ഓർത്തിരിക്കും. പക്ഷെ എല്ലാവർക്കും അത് പറ്റണം എന്നില്ല. അപ്പൊ എന്തുകൊണ്ട് ചില ആൾക്കാർ ചില കാര്യങ്ങൾ ഓർത്തിരിക്കുന്നു, ചിലർ ചിലത് മറന്നു പോകുന്നത് എന്തുകൊണ്ട്? അതേപോലെ എങ്ങനെയാണ് ലാംഗ്വേജ് പഠിക്കുന്നത്? ലാംഗ്വേജ് എന്ന് പറയുന്നത് നമ്മളുടെ കോഗ്നിഷനെ അല്ലെങ്കിൽ നമ്മളുടെ തിങ്കിങ്ങിന്റെ ഒരു ഹയർ ഓർഡർ ആണ്. വേറെ ആരെങ്കിലും ഇങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടോ? വേറെ ആർക്കെങ്കിലും ലാംഗ്വേജ് ഉണ്ടോ? അവർക്ക് ഒരു നോൺ വെർബൽ, അതായത് ആനിമൽസിന് ഒരു നോൺ വെർബൽ ലാംഗ്വേജ് ഉണ്ട് എന്നുണ്ടെങ്കിൽ പോലും ഒരു ഹയർ ഓർഡറിൽ തിങ്ക് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ ഒരു ലാംഗ്വേജും യൂസ് ചെയ്യുന്നത്. അതായത് നമ്മൾക്ക് വെർബലി നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത്. അപ്പൊ എങ്ങനെയാണ് ലാംഗ്വേജ് പഠിക്കുന്നത്, ലാംഗ്വേജും ബ്രെയിനും തമ്മിലുള്ള കണക്ഷൻ എന്താണ്, അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ കോഗ്നിറ്റീവ് സൈക്കോളജിസ്റ്റുകളാണ് നോക്കുന്നത്. അതേപോലെ ഇപ്പം പാറ്റേൺ റെക്കഗ്നിഷൻ, ഇൻക്യുബേഷൻ ഇഫക്റ്റ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. ഇൻക്യുബേഷൻ ഇഫക്റ്റ് എന്ന് വെച്ചാൽ എന്താണ്? നിങ്ങൾ ചിലപ്പോൾ ഡിഗ്രിക്ക് പഠിച്ചിട്ടുണ്ടാവും, ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ പറയാം. ഇൻക്യുബേഷൻ ഇഫക്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഭയങ്കരമായ ഒരു പ്രോബ്ലത്തിൽ അകപ്പെട്ടിരിക്കുകയാണ്. നമുക്ക് ആ പ്രോബ്ലം എങ്ങനെയും സോൾവ് ചെയ്തേ പറ്റത്തുള്ളൂ. പുലിവാല് പിടിച്ചൊരു സംഭവമാണ്. അപ്പൊ ഈ പുലിവാല് പിടിച്ച പ്രോബ്ലത്തിന് നമ്മൾ എത്രയൊക്കെ ഇരുന്ന് ആലോചിച്ചിട്ടും ഒരു തരത്തിലും നമ്മൾ ഇതിനൊരു സൊല്യൂഷൻ നമുക്ക് കിട്ടുന്നില്ല. അപ്പൊ നമ്മൾ പുല്ല് ഇതെല്ലാം മാറ്റി വെച്ചേക്കാന്ന് പറഞ്ഞ് നമ്മൾ ഇത് മാറ്റി വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്ന, എങ്കിൽ പിന്നെ ഒന്ന് പോയി കുളിക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ ഒന്ന് നടന്നിട്ട് വരാമെന്നും പറഞ്ഞ് നമ്മൾ ഒരു വാക്കിന് പോവാണ്, അല്ലെങ്കിൽ നമ്മൾ കുളിക്കാൻ പോവാണ്, നമ്മൾ മറ്റേ സെൽഫ് കെയർ റൂട്ടീൻ തുടങ്ങാൻ പോവാണ് നമ്മൾ. അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും, മറ്റേ മെഴുകുതിരി, മണമുള്ള മെഴുകുതിരിയൊക്കെ കത്തിച്ച് വെച്ച് ഇങ്ങനെ ഓരോ സ്ക്രബുകളൊക്കെ ഇങ്ങനെ ചെയ്ത് ഭയങ്കര അടിപൊളിയായിട്ട് കുളിക്കുന്ന ആൾക്കാർ, അതേപോലെ നടക്കാൻ എക്സർസൈസ് ജിമ്മിൽ പോകുന്ന ആൾക്കാർ. അങ്ങനെ നമ്മൾ കുളിച്ചോണ്ടിരുന്നപ്പോഴാണ് അതിന് ഇങ്ങനെ ചെയ്താൽ മതി എന്ന് നമുക്ക് പെട്ടെന്നൊരു ഐഡിയ വരും. അല്ലെങ്കിൽ നമ്മൾ ബസ്സിൽ മറ്റേ പാട്ടൊക്കെ കേട്ട് ഇങ്ങനെ ഇരിക്കുമ്പോഴായിരിക്കും നമ്മൾ മറ്റേ അയ്യോ ആ പ്രോബ്ലത്തിന് ഇങ്ങനെ ചെയ്താൽ മതിയായിരുന്നു എന്ന് നമുക്ക് പെട്ടെന്ന് എവിടുന്നെന്ന് അറിയത്തില്ല. അന്നേരം നമ്മളിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒന്നും വരത്തില്ല, അല്ലേലും ഇതേപോലത്തെ സമയത്താ ഓരോ ഐഡിയ വരുന്നത് നമ്മൾ ചിന്തിക്കും. അപ്പൊ അതിനെയാണ്, അതായത് പെട്ടെന്ന് നമുക്ക് ആ ഐഡിയ കിട്ടുന്നതിനെയാണ് നമ്മൾ ഇൻക്യുബേഷൻ ഇഫക്റ്റ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ ആ ഐഡിയ, അതായത് നമ്മളുടെ പ്രോബ്ലത്തെ നമ്മൾ ഇൻക്യുബേറ്റ് ചെയ്തേക്കുമായിരുന്നു, ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ അത് ഒരു സൊല്യൂഷനുമായിട്ട് വരുന്നതിനെയാണ് നമ്മൾ ഇൻക്യുബേഷൻ ഇഫക്റ്റ് എന്ന് പറയുന്നത്. സൈക്കോളജിയിൽ ഒരു ഓവർവ്യൂ, അല്ലെന്നുണ്ടെങ്കിൽ സൈക്കോളജി എന്താണ് എന്നുള്ളതിനെ പറ്റി ഒരു ഓവർവ്യൂ പറയുവാണെന്നുണ്ടെങ്കിൽ മെയിൻലി 2 പോയിന്റ് ആണുള്ളത്. അതിനകത്തിൽ ഒന്നാമത്തെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഏറ്റവും കൂടുതൽ നമുക്ക് നമ്മൾ ഈ ബ്രെയിനിനെയും നമ്മുടെ ഈ ചിന്തകളെയും ഒക്കെ ക്വസ്റ്റ്യൻ ചെയ്യുന്നത് നമുക്ക് ഒരു പ്രോബ്ലം വരുമ്പോൾ, അല്ലെങ്കിൽ നമുക്കൊരു കാര്യം വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റാതെ വരുമ്പോഴാണ്. അതായത് ഇപ്പൊ എന്തെങ്കിലും ഒരു കാര്യം, ഇപ്പൊ പരീക്ഷയ്ക്ക് നമ്മൾ തോറ്റു എന്ന് വെച്ചോ, പരീക്ഷയ്ക്ക് തോറ്റു കഴിയുമ്പോഴായിരിക്കും നമ്മൾ അയ്യോ എന്നാലും എനിക്ക് എന്താ അങ്ങനെ പഠിക്കാൻ പറ്റാഞ്ഞത്, ഞാൻ പഠിച്ചത് എന്താ വരാഞ്ഞത്. അതുവരെ നമ്മൾ അയ്യോ എന്താ പഠിച്ചത്, പരീക്ഷയ്ക്ക് മുമ്പൊന്നും നമ്മൾ മറ്റേ ഞാൻ ഇത് പഠിച്ചു അത് പഠിച്ചു അങ്ങനെയൊന്നും ചിന്തിക്കത്തില്ല. പരീക്ഷ കഴിഞ്ഞ് മാർക്ക് വന്ന് നമ്മൾ പൊട്ടി കഴിയുമ്പോഴാണ് നമ്മൾ അയ്യോ ഞാൻ തോറ്റത് എന്തായിരിക്കും, ഞാൻ പഠിച്ചതല്ലായിരുന്നു, ഞാൻ പഠിച്ചത് മറന്നു പോയതല്ലായിരുന്നു. കാര്യം എന്താണെന്ന് വെച്ചാൽ അവിടെ ആണ് നമ്മൾ ആ ഒരു കോഗ്നിഷനെ പറ്റി അല്ലെങ്കിൽ നമ്മൾ തിങ്കിങ് പ്രോസസ്സുകളെ പറ്റിയൊക്കെ ആലോചിക്കുന്നത്. കാര്യം എന്താണെന്ന് വെച്ചാൽ അവിടെ നമ്മൾ ഫെയിൽ ആയി കഴിയുമ്പോൾ എന്ത് പറ്റും, അത് ഭയങ്കര ഫ്രസ്ട്രേറ്റിംഗ് ആണ്. നമുക്ക് മറ്റേ അയ്യോ തോറ്റു, ഇനി ഒന്നേന്ന് എഴുതണം, അത് ഭയങ്കര ഫ്രസ്ട്രേഷൻ തരും. അതേപോലെ അത് ഭയങ്കര നാണക്കേടാണ്. അതേപോലെ എന്താ ചില സമയത്ത് ഡേഞ്ചറസും ആണ്. കാര്യം 10ാം ക്ലാസ് പരീക്ഷയായിരുന്നു, പൊട്ടിപ്പോയി, ഇനിയിപ്പോ എന്ത് പറഞ്ഞിട്ട് എന്താ കാര്യം, ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് കാര്യമുണ്ടോ? സോ അങ്ങനെ ആ ഒരു ഡേഞ്ചറസ് ആയിട്ടുള്ള സിറ്റുവേഷനും ഒക്കെ വരുമ്പോഴാണ് നമ്മൾ ഈ മെന്റൽ പ്രോസസ്സുകളെ പറ്റിയും അതിന്റെ ആ ഒരു ഇമ്പോർട്ടൻസിനെ പറ്റിയും ഒക്കെ മനസ്സിലാക്കുന്നത്. പിന്നെന്താന്ന് വെച്ചാൽ ജനറലി നമ്മുടെ മെന്റൽ ഫിനോമിന അല്ലാന്നുണ്ടെങ്കിലും മെന്റൽ ഹെൽത്തുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട്, ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മളുടെ ആ ഒരു മൈൻഡ് എന്ന് പറയുന്ന ഒരു കാര്യത്തിനെ പറ്റി കൂടുതലായിട്ട് മനസ്സിലാക്കേണ്ട സമയത്താണ് നമ്മൾ ഈ ഒരു കോഗ്നിഷനെ പറ്റിയും കോഗ്നിറ്റീവ് സൈക്കോളജിയുടെ ഒരു ഇമ്പോർട്ടൻസ് വരുന്നത്. ഇത്രേ ഉള്ളൂ ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ പറയാനായിട്ട്. ഇനി അടുത്ത് റിസർച്ച് മെത്തേഡ്സ് ആണ്. അതായത് കോഗ്നിറ്റീവ് സൈക്കോളജിയിൽ നമ്മൾ എന്തൊക്കെ റിസർച്ച് മെത്തേഡ്സ് യൂസ് ചെയ്യും, എന്തൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, അല്ലാന്നുണ്ടെങ്കിൽ ഏതൊക്കെ തരത്തിൽ നമുക്ക് ഇമ്പോർട്ടൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഏതൊക്കെ തരത്തിൽ നമുക്ക് ഡേറ്റ കളക്ട് ചെയ്യാം എന്നുള്ള ആ ഒരു കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു റിസർച്ച് മെത്തഡോളജിയിൽ അല്ലെങ്കിൽ കോഗ്നിറ്റീവ് സൈക്കോളജിയുടെ റിസർച്ച് മെത്തഡോളജിയിൽ ഉള്ളത്.
നമ്മളൊരു റിസർച്ചിന്റെ ഗോൾ എന്താണ്? ഇപ്പം ഞാൻ കോഗ്നിറ്റീവ് സൈക്കോളജിസ്റ്റ് ആണ്, ഞാനൊരു റിസർച്ച് ചെയ്യാണ്, എൻ്റെ ഗോളുകൾ എന്തൊക്കെയായിരിക്കും? അങ്ങനെ പ്രത്യേകിച്ച് ഗോളൊന്നുമില്ല, ചുമ്മാ ഇങ്ങനെ തട്ടിയും മുട്ടിയും ജീവിച്ചു പോകണം, അങ്ങനെ നമ്മൾ പറയും. പക്ഷെ ഒരിക്കലും ഒരു കോഗ്നിറ്റീവ് സൈക്കോളജിസ്റ്റ് പറയില്ല. കോഗ്നിറ്റീവ് സൈക്കോളജിസ്റ്റിന് എന്താണ്? കൃത്യമായ ഗോളുകൾ ഉണ്ടായിരിക്കും. അവർക്ക് എന്തൊക്കെയാണ് അവരുടെ ഗോളുകൾ എന്നാണ്. അതിൽ ആദ്യത്തേതെന്ന് പറഞ്ഞാൽ ഡേറ്റ ഗ്യാതറിംഗ് ആണ്. ഡേറ്റ ഗ്യാതറിംഗ് എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ ഹ്യൂമൻ ബ്രെയിനിനെ പറ്റിയാണ് പഠിക്കുന്നത്, അല്ലെങ്കിൽ ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള ആൾക്കാരുടെ ബ്രെയിനിനെ പറ്റിയാണ് ഞാൻ പഠിക്കുന്നതെന്ന് വെച്ചാൽ ഞാനൊരു കോഗ്നിറ്റീവ് സൈക്കോളജിസ്റ്റ് ആണ്. അപ്പൊ ആദ്യത്തെ എൻ്റെ ഗോൾ എന്ന് പറഞ്ഞാൽ ഡേറ്റ ഗ്യാദർ ചെയ്യുക, അതായത് ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള ആൾക്കാരെ പോയി കാണുക, എന്നിട്ട് അവരുടെ ബ്രെയിൻ ആക്ടിവിറ്റിയെ പറ്റി ഞാൻ പഠിക്കുകയാണ്. അതിന് വേണ്ടുന്ന എക്യുപ്മെന്റ് വേണമെങ്കിൽ ആ എക്യുപ്മെന്റ്സ് എല്ലാം ഉപയോഗിച്ച് ഞാൻ അവരുടെ അടുത്തു നിന്ന് ഡേറ്റ കളക്ട് ചെയ്യും, അല്ലെങ്കിൽ ഡേറ്റ എക്സ്ട്രാക്ട് ചെയ്യുന്നതിനെയാണ് ഡേറ്റ ഗ്യാതറിംഗ് എന്ന് പറയുന്നത്. ആ കിട്ടിയ ഡേറ്റയെ നമ്മൾ അനാലിസിസ് നടത്തും. അതാണ് സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്നത്, ഡേറ്റ അനാലിസിസ്. ആ അനാലിസിസിലാണ് നമ്മൾ മനസ്സിലാക്കുന്നത്, ഓക്കെ, അവർക്ക് ഇന്റലിജൻസിനകത്തിൽ ഇതാണ് പ്രശ്നം, അല്ലെങ്കിൽ ഇന്റലിജൻസ് എന്ന് പറയുമ്പോൾ ഇവിടെയാണ് അവർക്കൊരു ഇഷ്യൂ വരുന്നത് എന്നൊക്കെ നമ്മൾ അനാലിസിസിലൂടെ മനസ്സിലാക്കി. അത് കഴിഞ്ഞിട്ട് ഞാനൊരു തിയറി ഡെവലപ്പ് തിയറി ഡെവലപ്പ് ചെയ്തിട്ട് അടുത്ത കൊല്ലം ഞാൻ നിങ്ങളെ അതൊക്കെ പഠിപ്പിക്കും. ഓക്കെ, അപ്പൊ എന്താണ് തിയറി ഡെവലപ്പ് ചെയ്യുമ്പോൾ ഇന്റലിജൻസ് ഇങ്ങനെയായിരുന്നു, ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള ആൾക്കാരിലാണ് പഠിച്ചത്, അവർക്ക് ഏറ്റവും കൂടുതൽ പ്രശ്നം വരുന്നത് ഇന്ന ഫോം ഓഫ് ഇന്റലിജൻസിലാണ്, അപ്പോൾ അത് അവരുടെ ബ്രെയിനിന്റെ ഇന്ന ഏരിയ ആയിരിക്കും അഫക്റ്റ് ചെയ്യുന്നത് എന്നൊക്കെയുള്ള രീതിയിൽ നമ്മൾ തിയറി ഡെവലപ്പ് ചെയ്തു. തിയറി ഡെവലപ്പ് ചെയ്തിട്ട് ഹൈപ്പോത്തിസിസ് ഫോർമുലേറ്റ് ചെയ്യും. ഹൈപ്പോത്തിസിസ് ഫോർമുലേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ ഒരു ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള ആൾക്കാരിൽ എന്തെല്ലാം കാര്യങ്ങൾ പഠിക്കാം. ഞാൻ പഠിക്കുന്നത് ഇന്റലിജൻസിനെ പറ്റിയാണ്. സോ ദർ ഈസ് എ കണക്ഷൻ ബിറ്റ്വീൻ ഇന്റലിജൻസ് ആൻഡ് ബ്രെയിൻ ഫങ്ഷനിങ് ഓഫ് ഓട്ടിസ്റ്റിക് പേഴ്സൺസ് എന്നാണ് എൻ്റെ ഹൈപ്പോത്തിസിസ്. ഞാൻ അതിനെ ടെസ്റ്റ് ചെയ്യും, പിന്നെയും വീണ്ടും, അതായത് ഞാനൊരു 10 പേരിൽ സ്റ്റഡി നടത്തിയിട്ട് എങ്കിൽ പിന്നെ എൻ്റെ തിയറി സെറ്റായി, എൻ്റെ ഹൈപ്പോത്തിസിസും ഓക്കെ ആയി എന്ന് ഞാൻ പറഞ്ഞാൽ ശരിയാവും? ഇല്ല. അത് എന്ത് ചെയ്യണം? വീണ്ടും 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 ടെസ്റ്റ് ചെയ്യണം. വീണ്ടും ടെസ്റ്റ് ചെയ്തിട്ട് എന്താണ്, നമ്മൾ ഈ സെറ്റിങ്സ് മാറ്റി നോക്കും. അതായത് ഇപ്പൊ ഞാൻ അന്ന് പോയ സ്ഥലം മാറ്റിയിട്ട് വേറൊരിടത്തോട്ട് കൊണ്ടുപോകും, അല്ലെങ്കിൽ ഈ ആൾക്കാരെ ഞാൻ ലാബോറട്ടറിയിലേക്ക് കൊണ്ടുവരും. അങ്ങനൊക്കെ പലതരത്തിൽ നമ്മൾ പല സെറ്റിങ്സിൽ വെച്ച് ഈ എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്ത് നോക്കും. അതിനുശേഷം നമ്മൾ എങ്ങനെ അതിൻ്റെ ഒരു ഹൗ ആൻഡ് വൈ എന്ന് പറയുന്ന, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ്, അല്ലെങ്കിൽ എന്തുകൊണ്ട്, എങ്ങനെ എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുകയും കണ്ടുപിടിക്കുകയും ചെയ്യും. ഇതാണ് ഗോൾസ് ഓഫ് റിസർച്ച് എന്ന് പറയുന്നത്. ഇനി അടുത്തത് ഡിസ്റ്റിങ്റ്റീവ് റിസർച്ച് മെത്തേഡ്സ് ആണ്. അതായത് നമ്മളുടെ ഒരു കോഗ്നിറ്റീവ് സൈക്കോളജിയിൽ നമുക്ക് പലതരം മെത്തേഡുകൾ യൂസ് ചെയ്യാം. അതിനകത്തിൽ കുറച്ച് ടൈപ്പുകളുണ്ട്. ബേസിക്കലി 4 ടൈപ്പ് ഉണ്ട്. അതിനകത്തിൽ ആദ്യത്തെ എന്ന് പറഞ്ഞാൽ ലബോറട്ടറി ഓർ അതർ കൺട്രോൾഡ് എക്സ്പെരിമെന്റ്സ്, പിന്നൊന്ന് സൈക്കോ ബയോളജിക്കൽ റിസർച്ച്, പിന്നൊന്ന് സെൽഫ് റിപ്പോർട്ട്സ്, കേസ് സ്റ്റഡീസ്, നാച്ചുറലിസ്റ്റിക് ഒബ്സർവേഷൻ, പിന്നൊന്ന് കമ്പ്യൂട്ടർ സ്റ്റിമുലേഷൻ ആൻഡ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. ഇത് ഓരോന്നും നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിൽ ആദ്യത്തേതെന്ന് പറയുന്നത് എക്സ്പെരിമെന്റ്സ് ഓൺ ഹ്യൂമൻ ബിഹേവിയർ ആണ്. അതായത് നമ്മൾ ഒരു എക്സ്പെരിമെന്റ് നടത്തുകയാണ്, ലബോറട്ടറിയിൽ നിന്ന് നമ്മളൊരു എക്സ്പെരിമെന്റ് നടത്തുകയാണ്. ഇപ്പം ഞാൻ നിങ്ങളുടെ എല്ലാവരുടെയും ഒരു ബ്രെയിൻ ഫങ്ഷനിങ്, ഇന്റലിജൻസ് ഞാൻ നോക്കാൻ പോവാണ്. ഇപ്പം ഞാൻ എന്ത് ചെയ്യും? നിങ്ങളെ എല്ലാവരെയും വിളിച്ചിട്ട് പറയാം, ഒരു തിങ്കളാഴ്ച രാവിലെ 10 മണിയാവുമ്പോഴേക്കത്തി നിങ്ങൾ എൻ്റെ ഇന്ന ലാബിലേക്ക് വന്നേരെന്ന് ഞാൻ പറയണം. എല്ലാവരും വരണം, നമ്മൾ നിങ്ങളുടെ എല്ലാ ഇന്റലിജൻസ് നോക്കാനായിട്ട് പോവാണ്. സോ അങ്ങനെ ഞാൻ നിങ്ങളെ എൻ്റെ ലബോറട്ടറിയിലേക്ക് കൊണ്ടുവരുന്നതിനെയാണ് എക്സ്പെരിമെന്റ്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ലബോറട്ടറിക്ക് എക്സ്പെരിമെന്റ്സ് എന്ന് പറയുന്നത്. അവിടെ എല്ലാം കൺട്രോൾ ചെയ്യുന്ന ആരാണ്? ഞാനാണ്, എൻ്റെ ലാബാണ്. അപ്പൊ എന്താണ്, ഞാൻ അവിടെ വന്ന് നിങ്ങളെ എക്സ്പെരിമെന്റ് നടത്താനായിട്ട് പോവാണ്. അപ്പം എക്സ്പെരിമെന്ററിന്, ഞാനാണ് എക്സ്പെരിമെന്റ് നടത്തുന്ന ആൾ, അതുകൊണ്ട് ഞാൻ എക്സ്പെരിമെന്ററിനായിരിക്കും ഫുൾ കൺട്രോൾ ഉള്ളത്. ആ ഒരു എൻവയോൺമെന്റിനെ പറ്റിയും ആ ഒരു സിറ്റുവേഷനെ പറ്റിയും ഫുൾ കൺട്രോൾ ഉള്ളത് എനിക്കായിരിക്കും. അപ്പം ഞാൻ ഈ എക്സ്പെരിമെന്റ് തുടങ്ങി. ഒരു എക്സ്പെരിമെന്റ് നമ്മൾ തുടങ്ങുമ്പോൾ അവിടെ രണ്ടല്ല 3 കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. അതിനകത്തിൽ ആദ്യത്തേതെന്ന് പറഞ്ഞാൽ ഇൻഡിപെൻഡന്റ് വേരിയബിളും ഡിപ്പെൻഡന്റ് വേരിയബിളും അതേപോലെ പിന്നെ ഉള്ളത് കൺട്രോൾ വേരിയബിളുമാണ്. ഇതിനകത്തിൽ ഇൻഡിപെൻഡന്റ് വേരിയബിൾ എന്ന് പറയുന്നത്, ഇപ്പം ഞാൻ ഇപ്പോൾ റൂമിന്റെ ടെമ്പറേച്ചറും നിങ്ങളുടെ പെർഫോമൻസും തമ്മിൽ എന്തെങ്കിലും, അതായത് ഇപ്പോൾ ഞാൻ നിങ്ങളെ ലബോറട്ടറിയിലേക്ക് കൊണ്ടുവന്നല്ലോ,
അപ്പം എൻ്റെ ലാബോറട്ടറിയിലെ ടെമ്പറേച്ചറും നിങ്ങളുടെ പെർഫോമൻസും തമ്മിൽ എന്തെങ്കിലും ലിങ്ക് ഉണ്ടോ എന്നാണ് ഞാൻ പഠിക്കാനായിട്ട് പോകുന്നത്. സോ ഇതിനകത്തിലെ ടെമ്പറേച്ചർ എന്ന് പറയുന്ന ഫാക്ടർ എന്താണ്? അവിടെ ഞാൻ എ സി ഇങ്ങനെ കൂട്ടി കൂട്ടി വെക്കും, ഭയങ്കര തണുപ്പിച്ച് നിങ്ങളെല്ലാവരും ഫ്രീസ് ആക്കി വെക്കുകയാണ്. എന്നിട്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയണം, നിങ്ങൾ ഈ കണക്ക് ഒന്ന് ചെയ്തേ എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പെർഫോമൻസ് ഞാൻ നിങ്ങൾക്ക് തരികയാണ്. ഇപ്പം മാത്തമാറ്റിക്കൽ ആയിട്ട് എന്തെങ്കിലും കാര്യം ചെയ്യാനായിരിക്കും, ഇല്ലെങ്കിൽ ആർട്ടിസ്റ്റിക് ആയിട്ട് എന്തെങ്കിലും കാര്യം ചെയ്യാനായിരിക്കും. ഭയങ്കര തണുപ്പത്ത് ഞാൻ നിങ്ങളോട് വന്ന് ഭരതനാട്യം കളിക്കാൻ പറഞ്ഞാൽ പറ്റുമോ? അപ്പൊ അത്രയും ആ ഒരു ടെമ്പറേച്ചറും നിങ്ങളുടെ പെർഫോമൻസും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നാണ് പഠിക്കുന്നത്. ഇതിനകത്തിൽ ടെമ്പറേച്ചർ എന്ന് പറയുന്ന ഫാക്ടർ ഞാനായിരിക്കും കൺട്രോൾ ചെയ്യുന്നത്. കാര്യം അതിന്റെ എ സി കൂട്ടി കൂട്ടി വെക്കാം, അല്ലെങ്കിൽ ഒരു ഹീറ്റർ കൊണ്ടുവന്നിട്ട് ഭയങ്കരമായ ചൂട് നിങ്ങൾക്ക് തരാം. അപ്പം എന്താണെന്നുണ്ടെങ്കിൽ, ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു ഷീറ്റ് ഇട്ട ലബോറട്ടറി ആയാലും മതി. അത്രയും ചൂടത്ത് എങ്ങനെയായിരിക്കും നിങ്ങളുടെ പെർഫോമൻസ്, അല്ലെങ്കിൽ ഭയങ്കര തണുപ്പത്ത് എങ്ങനെയായിരിക്കും നിങ്ങളുടെ പെർഫോമൻസ് എന്നൊക്കെയുള്ള രീതിയിൽ ആ ഒരു ടെമ്പറേച്ചറിനെ ഞാനാണ് മാനിപ്പുലേറ്റ് ചെയ്യുന്നത്. അപ്പം എക്സ്പെരിമെന്റർ മാനിപ്പുലേറ്റ് ചെയ്യുന്ന ആ ഒരു വേരിയബിളിനെ നമ്മൾ വിളിക്കുന്നതാണ് ഇൻഡിപെൻഡന്റ് വേരിയബിൾ. ഈ ഇൻഡിപെൻഡന്റ് വേരിയബിൾ കാരണം പെർഫോമൻസിനകത്തിൽ വ്യത്യാസം വരികയാണ്, അല്ലെങ്കിൽ ഈ ടെമ്പറേച്ചറിനകത്തിലുള്ള ഡിഫറൻസ് കാരണം നിങ്ങളുടെ പെർഫോമൻസിനകത്തിൽ വ്യത്യാസം വരികയാണ്. ഭയങ്കര ചൂടത്ത് ഞാൻ നിങ്ങളെ കൊണ്ട് ഇരുത്തിയിട്ട് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ 2 കണക്ക് ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾ എന്നെ ഓടിക്കത്തില്ലേ? അപ്പൊ എന്താണ് അവിടെ എന്താണ് നിങ്ങളുടെ പെർഫോമൻസിനെ ഞാൻ അസസ് ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും ടെമ്പറേച്ചർ ഇൻഫ്ലുവൻസ് ചെയ്യും. അപ്പൊ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഇൻഡിപെൻഡന്റ് വേരിയബിളും, ഈ ഇൻഡിപെൻഡന്റ് വേരിയബിൾ കാരണം ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടുന്നത് ഡിപ്പെൻഡന്റ് വേരിയബിളുമാണ്. അപ്പോൾ ഈ ഇൻഡിപെൻഡന്റ് വേരിയബിളിനെ എക്സ്പെരിമെന്റർ മാനിപ്പുലേറ്റ് ചെയ്യും. എക്സ്പെരിമെന്ററിന്റെ മാനിപ്പുലേഷൻ കാരണം അഫക്റ്റ് ചെയ്യുന്നത് ഡിപ്പെൻഡന്റ് വേരിയബിളിനെ ആയിരിക്കും. ഇതൊന്നും അല്ലാതെ എൻ്റെ കൺട്രോളിലേ അല്ലാത്ത കാര്യങ്ങളെയാണ് ഇപ്പം ചില അതായത് ഇറലവൻ്റ് ആയിരിക്കും അവരിപ്പം. നമ്മൾ ഈ എക്സ്പെരിമെന്റ് നടത്തുമ്പോൾ അപ്പുറത്തെ ബിൽഡിങ്ങിൽ പണി നടക്കുകയാണ്, അതിന്റെ ശബ്ദം കണ്ടിന്യൂസ് ആയിട്ട് വരുന്നുണ്ട്. അപ്പൊ എന്താണ് അവിടെ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, കാര്യം അത് എൻ്റെ ലബോറട്ടറി അല്ല, എൻ്റെ ബിൽഡിംഗ് അല്ല, ഒന്നുമല്ല. സോ അതിനകത്തിൽ എനിക്കൊരു കൺട്രോളും ഇല്ല, അത് ഇറലവൻറ്റും ആണ്. അത്തരം കാര്യങ്ങളെ മാക്സിമം ഒഴിവാക്കാനായിട്ട് ഞാൻ എന്ത് ചെയ്യും? സൗണ്ട് പ്രൂഫ് വെക്കും. ഇല്ല എന്നുണ്ടെങ്കിൽ അവരുടെ അടുത്ത് ഞാൻ പോയി പറയും, ഇന്ന് ഇതേപോലെ ഒരു എക്സ്പെരിമെന്റ് നടക്കുന്നുണ്ട്, അതുകൊണ്ടൊന്നും ചെയ്യല്ലേ എന്നൊക്കെയുള്ള രീതിയിൽ എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതൊക്കെ മാക്സിമം ഞാൻ കൺട്രോൾ ചെയ്ത് വെക്കുകയും ചെയ്യും. ഇറലവൻ്റ് ആയിട്ടുള്ള അത്തരം കാര്യങ്ങളെ ഞാൻ കൺട്രോൾ ചെയ്യാൻ നോക്കുന്നതിനെയാണ്, അല്ലെങ്കിൽ കൺട്രോൾ ചെയ്ത് വെക്കുന്ന അത്തരം വേരിയബിൾസിനെയാണ് കൺട്രോൾ വേരിയബിൾസ് എന്നും പറയുന്നത്. സോ ഈ ഇൻഡിപെൻഡന്റ് വേരിയബിൾ കാരണം ഡിപ്പെൻഡന്റ് വേരിയബിളിൽ എന്തെങ്കിലും ഇൻഫ്ലുവൻസ് ഉണ്ടാവുന്നോ എന്നായിരിക്കും നമ്മൾ ലബോറട്ടറി സെറ്റിംഗ്സിൽ മിക്കപ്പോഴും നോക്കുക. കൺട്രോൾ വേരിയബിൾസിനെ നമ്മൾ കൺട്രോൾ ചെയ്ത് പിടിക്കുകയും ചെയ്യും. അതാണ് ഒന്ന്. പിന്നെ അടുത്തത് സൈക്കോ ബയോളജിക്കൽ റിസർച്ച് ആണ്. സൈക്കോ ബയോളജിക്കൽ റിസർച്ച് എന്ന് പറയുമ്പോൾ സൈക്കോ ബയോളജിക്കൽ റിസർച്ച് ആണ്. അപ്പം മൈൻഡും ബയോളജിയും തമ്മിൽ, അല്ലെങ്കിൽ ഇപ്പം നമ്മളുടെ ബോഡിലി ആക്ടിവിറ്റീസും നമ്മൾ തിങ്ക് ചെയ്യുന്നതും നമ്മളുടെ ബോഡിലി ആക്ടിവിറ്റീസും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഇപ്പം നമ്മളുടെ ഒരു പെർഫോമൻസും നമ്മളുടെ ബ്രെയിനും തമ്മിലുള്ള കണക്ഷൻ എങ്ങനെയാണ്? അത്തരം കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു സൈക്കോ ബയോളജിക്കൽ റിസർച്ചിൽ നോക്കുന്നത്. മെയിൻലി 3 കാറ്റഗറി ആയിട്ടായിരിക്കും നമ്മൾ ബ്രെയിനിനെ പറ്റി പഠിക്കുന്നത്. അതിനകത്തിൽ ആദ്യത്തെ എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഒരാൾ മരിച്ചു കഴിയുമ്പോൾ നമ്മൾ പോസ്റ്റ്മോർട്ടം ചെയ്തിട്ട് അവരുടെ ബ്രെയിനിനെ പറ്റി പഠിക്കും. അതിനകത്തിൽ എന്തെങ്കിലും അനോമലി ഉണ്ടോ, അല്ലെങ്കിൽ അയാളുടെ ബ്രെയിനിനകത്തിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടായിരുന്നോ? ഇപ്പൊ ഐൻസ്റ്റീൻ്റെ ബ്രെയിനൊക്കെ ഇപ്പോഴും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് പഠിക്കുന്നതിന് വേണ്ടിയിട്ടെന്ന് കേട്ടിട്ടില്ലേ? അപ്പൊ അങ്ങനെ ഒരു രീതിയിൽ നമ്മൾ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഒരാളുടെ ബ്രെയിനിനെ പറ്റി പഠിക്കാം. അതേപോലെ രണ്ടാമത്തെ കാറ്റഗറി എന്താണെന്ന് വെച്ചാൽ, ഇപ്പൊ എന്തെങ്കിലും കോഗ്നിറ്റീവ് ഡെഫിസിറ്റ് ഉള്ള, ഇപ്പൊ എന്തെങ്കിലും ചിന്തിക്കാൻ കുഴപ്പമുള്ള, അല്ലെങ്കിൽ ഭയങ്കര പ്രോപ്പറായിട്ട് ചിന്തിക്കാൻ പറ്റാത്ത ആൾക്കാരുടെ ബ്രെയിനും അവരുടെ ആ ഒരു ബ്രെയിനിന്റെ സ്ട്രക്ചറും ആക്ടിവിറ്റീസും നമുക്ക് പഠിക്കാം. അതായത് ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ADHD ഉള്ള ആൾക്കാർ, അതൊന്നും ഭയങ്കര പ്രശ്നമാണ് എന്നല്ല കേട്ടോ, എന്നാൽ പോലും ഒരു നോർമൽ ബ്രെയിനിൽ നിന്ന് ഡിഫറെന്റ് ആയത് കാരണം ഇപ്പോൾ ADHD ഉള്ള ആൾക്കാർ, ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള ആൾക്കാർ, അവരുടെയൊക്കെ ബ്രെയിനിനെ പറ്റി നമ്മൾ പഠിക്കും. പിന്നെ മൂന്നാമത്തെന്ന് വെച്ചാൽ നോർമൽ ആയിട്ടുള്ള ആൾക്കാർ അവരുടെ ഡെയിലി ആക്ടിവിറ്റീസിന്റെ ഭാഗമായിട്ടും ഒക്കെ, ഇപ്പം ഒരു ഒരു കുട്ടി കണക്ക് ചെയ്യുമ്പോൾ അവരുടെ ബ്രെയിൻ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, ഇല്ലെങ്കിൽ ഒരു കൊച്ചുകുട്ടി ലാംഗ്വേജ് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവരെങ്ങനെയാണ് ബ്രെയിനിൽ കാര്യങ്ങളെ കളക്ട് ചെയ്യുന്നത്, അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കാറുണ്ട്. അതൊക്കെ നമ്മൾ പഠിക്കുന്നത് ബ്രെയിൻ ഇമേജിംഗ് ടെക്നിക്സ്, അതായത് CT സ്കാന്, MRI സ്കാന്, പെറ്റ് സ്കാൻ എന്നൊക്കെ പറയുന്ന ഒരുപാട് സ്കാനുകളുണ്ട്. ഈ സ്കാനുകളൊക്കെ ഉപയോഗിച്ചാണ് നമ്മൾ ഇത്തരം കാര്യങ്ങൾ പഠിക്കുന്നത്. അത് കഴിഞ്ഞിട്ട്
പിന്നുള്ളതാണ് സെൽഫ് റിപ്പോർട്ട്സ്, കേസ് സ്റ്റഡീസ്, നാച്ചുറലിസ്റ്റിക് ഒബ്സർവേഷൻ. ഇതിനകത്തില് സെൽഫ് റിപ്പോർട്ട് എന്ന് പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പം എന്റെ ബ്രെയിനിനെ പറ്റി ഞാൻ എങ്ങനെ ചിന്തിക്കുന്നു എന്നുള്ള കാര്യം എക്സ്പെരിമെന്ററിനാണോ അറിയുന്നത്? ഞാൻ പറയത്തില്ലോ, എന്നോട് ചോദിച്ചാൽ പോരെ എന്ന് നമ്മൾ പറഞ്ഞ് നമ്മളിപ്പം എനിക്ക് നിങ്ങളുടെ MA സൈക്കോളജിക്കാരുടെ തിങ്കിങ് പ്രോസസ്സ് അറിയണം. അതിനകത്തിൽ തന്നെ പെർട്ടിക്കുലർലി ഒരാളുടെ ഒരു കാര്യമാണ് എനിക്ക് അറിയേണ്ടത്. അപ്പം ഞാൻ വന്നിട്ട് അപ്പുറത്തും ഇപ്പുറത്തും ഇരിക്കുന്ന ആളോട് ചോദിക്കുന്നതിനേക്കാൾ എന്തുകൊണ്ടും നല്ലത് എനിക്ക് അറിയേണ്ട ആരടുത്താണോ വന്ന് അവരുടെ കാര്യം ഞാൻ ചോദിക്കുകയാണ്. അപ്പം നിങ്ങൾ എങ്ങനെയാണ് ചിന്തിക്കുന്നത്, നിങ്ങൾ എങ്ങനെ, ഇപ്പം നമ്മൾ ക്ലാസ്സിൽ ഫസ്റ്റ് റാങ്ക് ഒക്കെ മേടിക്കുന്ന പിള്ളേരുടെ അടുത്ത് നമ്മൾ ചെന്ന് ചോദിക്കത്തില്ലേ എങ്ങനെയാ പഠിച്ചത്, എന്ത് ബുക്കാ എടുത്തത്, അതെന്താണ് അവര് പിന്നെ അവരുടെ ഒരു തള്ള് നമ്മൾ കേൾക്കേണ്ടി വരും. എന്നാൽ പോലും നമ്മൾ അതങ്ങ് ക്ഷമിക്കും, നമുക്ക് മാർക്ക് കിട്ടേണ്ട കാര്യമല്ലയോ എന്ന് കരുതി. അപ്പൊ അവരെ പറ്റി തന്നെ പറയാണ്, ഞാൻ ഇന്ന ബുക്കാണ് പഠിച്ചത്, ഞാൻ രാവിലെ ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേറ്റിരുന്ന് പഠിക്കുകയായിരുന്നു എന്നൊക്കെ പറയുന്ന ആ ഒരു സംഭവം നമ്മൾ ഇരുന്ന് കേൾക്കുന്നതിനെയാണ്, അല്ലെങ്കിൽ അതിന്റെ ഒരു സയന്റിഫിക് രീതിയാണ് കേട്ടോ. എക്സ്പെരിമെന്റർ ചെന്ന് അവരോട് ചോദിക്കും എന്താണ് നിങ്ങളുടെ, അങ്ങനെ വളരെ സീരിയസ് ആയിട്ട് അവർ പറയുന്നതിനെ എഴുതിയെടുക്കുക എന്നതിനെയാണ് നമ്മൾ സെൽഫ് റിപ്പോർട്ട് എന്ന് പറയുന്നത്. ഒരു പെർട്ടിക്കുലർ ഇൻഡിവിജ്വലിന്റെ കാര്യം നമ്മൾ മനസ്സിലാക്കുന്നതിനെയാണ് സെൽഫ് റിപ്പോർട്ട് എന്ന് പറയുന്നത്. ഈ കേസ് സ്റ്റഡി എന്ന് പറയുമ്പം നമ്മൾ ഇൻഡെപ്ത് ആയിട്ട് ഒരു ഇൻഡിവിജ്വലിനെ പറ്റി അല്ലെങ്കിൽ ഒരു കൂട്ടം ആൾക്കാരെ പറ്റി പഠിക്കുന്നതിനെയാണ് കേസ് സ്റ്റഡി എന്ന് പറയുന്നത്. ഇപ്പം ട്രൈബൽ ആൾക്കാർ എങ്ങനെയാണ് ചിന്തിക്കുന്നത്, അവരുടെ ഒരു കോഗ്നിഷൻ എങ്ങനെയാണ്, അവരുടെ ഇന്റലിജൻസ് എങ്ങനെയാണ്, അവിടെ എന്താണ് കേസ് സ്റ്റഡിയാണ്. അതായത് ഇപ്പം ഇല്ലാന്നുണ്ടെങ്കിൽ പ്രാചീന മനുഷ്യര് എങ്ങനെയാണ് പഠിച്ചത്, അവിടെ എന്താണ് നമുക്ക് കൃത്യമായ ഡേറ്റയോ ഒന്നുമില്ല, എന്നാൽ പോലും ഉള്ള ഡേറ്റയും ഒക്കെ വെച്ച് നമ്മൾ ഇൻഡെപ്ത് ആയിട്ട് ഒരുപാട് വായിച്ച് മനസ്സിലാക്കുന്നതിനെയാണ് കേസ് സ്റ്റഡി എന്ന് പറയുന്നത്. പിന്നെ അടുത്തത് നാച്ചുറലിസ്റ്റിക് ഒബ്സർവേഷൻ ആണ്. നാച്ചുറലിസ്റ്റിക് ഒബ്സർവേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു ലബോറട്ടറി സെറ്റിങ്സിൽ ഇപ്പോൾ കുട്ടികൾ എങ്ങനെയാണ് പഠിക്കുന്നത്, ഇല്ലെങ്കിൽ MA സൈക്കോളജിക്കാരെങ്ങനെ പഠിക്കുന്നു എന്നൊക്കെയുള്ള രീതിയിൽ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് അവരുടെ ഒരു ഡേ ടു ഡേ ലൈഫിനെ പറ്റി നമ്മൾ പഠിക്കുന്നതിനെയാണ് ഈ ഒരു നാച്ചുറലിസ്റ്റിക് ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. ഇവിടെ എന്താണ്, ലബോറട്ടറി സെറ്റിങ്സ് ഇല്ല. ഞാൻ നിങ്ങളുടെ വീട്ടിൽ വന്ന് അല്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ ക്ലാസ് റൂമിൽ വന്നിട്ട് ഞാൻ നിങ്ങളെ പറ്റി പഠിക്കുന്നതിനെയാണ് നാച്ചുറലിസ്റ്റിക് ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. ഇതിലൂടെ എന്താണ്, നമ്മുടെ എക്സ്പെരിമെന്റൽ മെത്തേഡാണ്, ഇല്ലെങ്കിൽ ഈ ഒരു ലബോറട്ടറിയിൽ വെച്ച് നടത്തുന്ന എക്സ്പെരിമെന്റ്സ് ആണ് ഏറ്റവും കൂടുതൽ നമ്മൾക്ക് ഒരു തിയറി ബിൽഡ് ചെയ്യാനും ഹൈപ്പോത്തിസിസ് കറക്റ്റ് ആണോ ടെസ്റ്റ് ചെയ്യാനും ഒക്കെ നമ്മളെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നത് ഈ ഒരു ക്വാണ്ടിറ്റേറ്റീവ് അല്ലാന്നുണ്ടെങ്കിൽ എക്സ്പെരിമെന്റൽ റിസർച്ച് ആണ്. ക്വാളിറ്റേറ്റീവ് റിസർച്ച്, അതായത് ഈ പറയുന്നത് പോലെ ക്വാളിറ്റേറ്റീവ് റിസർച്ച് എന്ന് പറയുന്നതും ഒരു പരിധി വരെ നമുക്ക് ഈ ഹൈപ്പോത്തിസിസ് ടെസ്റ്റ് ചെയ്യാനൊക്കെ ഹെൽപ്ഫുൾ ആണ്. ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് എന്താണ്, ക്വാളിറ്റേറ്റീവ് റിസർച്ച് എന്താണെന്നൊക്കെയുള്ള കാര്യം നിങ്ങൾ സ്റ്റാറ്റിസ്റ്റിക്സിൽ പഠിച്ചിട്ടുണ്ടാവും, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാത്തത്. സോ ഈ ഒരു എക്സ്പെരിമെന്റൽ റിസർച്ചും ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് ക്വാളിറ്റേറ്റീവ് റിസർച്ച് ഒക്കെ ഉപയോഗിച്ച് നമ്മൾ ഡേറ്റ കളക്ട് ചെയ്തു അതിനെ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നു. അതാണ് ജനറലി ചെയ്യുന്നത്. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ സിമുലേഷൻസ് ആൻഡ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. അതായത് ഇപ്പം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാര്യമാണ് അല്ലേ, ഈ ഒരു ഡിജിറ്റൽ ഇറയിൽ നമ്മളുടെ ബ്രെയിനും വളരെ വ്യത്യാസം വരുന്നുണ്ട്, നമ്മളുടെ കോഗ്നിഷനകത്തിലും വ്യത്യാസം വരുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പം ഈ ഹ്യൂമൻ കോഗ്നിഷൻ എത്രത്തോളം വ്യത്യാസപ്പെട്ടു കമ്പ്യൂട്ടറിന്റെ ഒരു ഇൻഫ്ലുവൻസ് ആണ്. യഥാർത്ഥത്തിൽ ഈ കമ്പ്യൂട്ടറിന്റെ ഇൻവെൻഷന് ശേഷമാണ് ബ്രെയിനിനെ പറ്റി ഇത്രയും സ്റ്റഡീസ് വരാനായിട്ട് തുടങ്ങിയത്. കാര്യം ആൾക്കാർക്ക് ഒരു ചിന്ത വന്നു, ഈ കമ്പ്യൂട്ടറിൽ എങ്ങനെയാണോ പ്രോഗ്രാംസ് റൺ ചെയ്യുന്നത് സെയിം അതുപോലെയാണ് നമ്മളുടെ ബ്രെയിനിലും പരിപാടീസ് നടക്കുന്നത് എന്ന് നമുക്കൊരു ഐഡിയ വന്നു. അപ്പോൾ അത് ശരിയാണോ അല്ലയോ എന്നൊക്കെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടും ഈ കമ്പ്യൂട്ടറും ബ്രെയിനും തമ്മിൽ എന്തെങ്കിലും ലിങ്ക് ഉണ്ടോ, ഇപ്പം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് ഇപ്പം നമ്മൾ ചിന്തിക്കുന്നതിന് പകരം എന്താണ്, കമ്പ്യൂട്ടർ ചിന്തിക്കുകയാണ്. ഓക്കെ, ഇപ്പം നമ്മൾക്ക് ചെയ്യേണ്ട പല കാര്യങ്ങളും നമ്മൾ ഈ ഒരു കമ്പ്യൂട്ടർ ഉപയോഗിച്ച് ചെയ്യുന്നു. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മളുടെ ബ്രെയിനകത്തിൽ എന്ത് വ്യത്യാസം വരുന്നുണ്ട് എന്നൊക്കെയുള്ള കാര്യം നമ്മൾ ഈ ഒരു ഏരിയയിലാണ് പഠിക്കുന്നത്. അത്തരം റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ സ്റ്റഡീസും നമ്മുടെ ഈ ഒരു ഏരിയയിലാണ് വരുന്നത്. ഇനി അടുത്തത് ഡൊമെയിൻസ് ഓഫ് കോഗ്നിറ്റീവ് സൈക്കോളജി ആണ്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഓക്കെ.